നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് പ്രവാസ ലോകത്തിന് മുഴുവൻ ഒരു നടുക്കമുണ്ടാക്കിക്കൊണ്ട് 10 പ്രവാസി തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തിന്റെ വാർത്ത പുറത്തു വന്നത്. ഏതായാലും വളരെ നടുക്കുന്നൊരു വാർത്തയായിരുന്നു. ഇപ്പോൾ വിഷമദ്യ ദുരന്തത്തിൽ കുവൈറ്റ് അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക സ്ഥിരീകരണമോ മരിച്ചവരുടെ പൗരത്വമോ വെളിപ്പെടുത്തിയിട്ടില്ല. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് വിഷമദ്യം കഴിച്ച് പ്രവാസികൾ ഇത്തരത്തിൽ മരണമടയുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അനധികൃതമായി മദ്യം കഴിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 15ഓളം പ്രവാസി തൊഴിലാളികളെ ഗുരുതരാവസ്ഥയിൽ അദാൻ, ഫർവാനി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ചിലർക്ക് കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും 10ഓളം പേർ മരിച്ചതായാണ് വിവരം. അഹമ്മദി ഗവർണറേറ്റിൽ താമസിക്കുന്നവരാണ് മരിച്ചവരെന്നാണ് സൂചന. അതേസമയം മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭ്യമല്ല. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്നോ എത്ര പേരാണോ മരിച്ചതെന്ന് സംബന്ധിച്ചും കുവൈറ്റ് അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളിലടക്കം തന്നെ ദുരന്തത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം വിഷമദ്യമാണ് മരണകാരണം. വിഷമദ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും വിൽപ്പന സംബന്ധിച്ചുമെല്ലാം അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യനിരോധനം പ്രാബല്യത്തിലുള്ളതിനാൽ അനധികൃതമായി നിർമ്മിക്കുന്ന മദ്യം കുവൈറ്റിൽ പലയിടങ്ങളിലും ലഭ്യമാണ് എന്നതാണ് വീണ്ടും ഒരു ദുരന്തത്തിനിടയാക്കിയത്. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരിശോധനയും നടപടികളും കടുത്തതാണെങ്കിലും രഹസ്യമായുള്ള മദ്യവിൽപ്പന മിക്ക പ്രവിശ്യകളിലും സജീവമാണെന്നാണ് വിവരം. വാരാന്ത്യങ്ങൾ ആഘോഷമാക്കാനാണ് മിക്കവരും അനധികൃത മദ്യവിൽപ്പനയുടെ ഇരകളാകുന്നത്. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് പ്രവാസികൾ മരിക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ്യിലും വിഷമദ്യം കഴിച്ച് നേപ്പാൾ സ്വദേശികളായ 2 പ്രവാസി തൊഴിലാളികൾ മരണമടഞ്ഞിരുന്നു. ഗെയ്ത്താനിലെ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ ഇരുവരും കഴിച്ച മദ്യത്തിൽ വിഷാംശമുണ്ടെന്നായിരുന്നു സ്ഥിരീകരണം. പ്രാദേശികമായി നിർമ്മിച്ച മദ്യമായിരുന്നു ഇരുവരും കഴിച്ചതെന്നും അധികൃതർ അന്ന് സ്ഥിരീകരിച്ചിരുന്നു. അനധികൃതമായി നിർമ്മിക്കുന്ന മദ്യം കഴിക്കരുതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സമഗ്രമായ ബോധവൽക്കരണവും മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടെങ്കിലും ഇവയെല്ലാം അവഗണിച്ചാണ് പലരും ദുരന്തങ്ങളിലേക്ക് എത്തുന്നത്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അനധികൃതമായി നിർമ്മിച്ച മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ സുപ്രധാന അവയവങ്ങൾ തകരാറിലാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും സർക്കാരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്വസന തടസ്സം, ഹൃദയമിടിപ്പ്, ശരീര താപനില എന്നിവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമല്ല കോമ അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കുവൈറ്റിലെ നിയമപ്രകാരം 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇസ്ലാം ഇതര മതസ്ഥർക്ക് മാത്രമാണ് മദ്യപിക്കാൻ അനുമതി. എന്നാൽ ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പെർമിറ്റും നിർബന്ധിതമാണ്. അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മദ്യം വാങ്ങുന്നതിനുള്ള പെർമിറ്റാണിത്. പെർമിറ്റ് ഉണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിക്കുന്നതോ മദ്യം വിൽക്കുന്നതോ വാങ്ങുന്നതോ കുറ്റകരമാണ്. പെർമിറ്റ് ഉള്ളവർക്ക് വീട്ടിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കാം, എന്നാൽ വീട്ടിൽ വിൽപ്പനയോ വാങ്ങലോ പാടില്ല. രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകരായാലും പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല. സ്വകാര്യ ആവശ്യത്തിനാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ മദ്യം കൈവശം വെച്ചാൽ 100 ദിനാർ വരെ പിഴ ചുമത്തും. അനുമതിയില്ലാതെ മദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കുറ്റകരമാണ്. മദ്യപാനം സംബന്ധിച്ച വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കും 500 കുവൈറ്റ് ദിനാർ മുതൽ 10 ലക്ഷം ദിനാർ വരെ പിഴ ഈടാക്കുന്നതാണ്. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് 6 മാസം മുതൽ 5 വർഷം വരെ തടവും ലഭിക്കും. ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അനധികൃതമായി മദ്യം ഉണ്ടാക്കുകയും അത് വാങ്ങി അവിടെയുള്ള പ്രവാസികൾ കഴിക്കുകയും ഇപ്പോൾ മരണമടയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർശനമായിട്ടുള്ള നടപടി തന്നെയായിരിക്കും കുറ്റക്കാർക്കെതിരെ എടുക്കാൻ പോകുന്നത്.